എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വറുത്തരച്ചൊരു തീയൽ വെക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് വെണ്ടയ്ക്ക, ഒരു 2 തക്കാളി, ഒരു 2 പച്ചമുളക്. വെണ്ടയ്ക്ക ഒരു 1/4 കിലോയിൽ ഇച്ചിരി കൂടെ ഒക്കെ കൂടുതലുണ്ടാവും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരയ്ക്കാൻ ആവശ്യമായ തേങ്ങയാണ് ഇതൊരു അരമുറി തേങ്ങ ചിരകിയതാണ്. ഇത് നമുക്കൊന്ന് വറക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2 കഷ്ണം വെള്ളുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കിത് വറക്കാം. ആദ്യം തന്നെ തേങ്ങ വറക്കാവേ ചൂടായ പാത്രത്തിലേക്ക് 2 തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ ഒരുവിധം ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം തേങ്ങ വറക്കാൻ. തീ കൂട്ടിയിട്ട് വറുത്താൽ തേങ്ങ കരിഞ്ഞു. ഇച്ചിരി വെളിച്ചെണ്ണ മതിയേ, ഒരു സ്പൂണ് വെളിച്ചെണ്ണയൊക്കെ. തേങ്ങ വറക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ക്ഷമയോടെ നിന്ന് തീയൊക്കെ കുറച്ചിട്ടൊക്കെ വറക്കുകയാണെങ്കിൽ ആ കറിക്കൊക്കെ നല്ലൊരു സ്വാദ് ഉണ്ടാവും. നമ്മൾ തീയൊക്കെ കൂട്ടിയിട്ട് ആദ്യം തന്നെ തേങ്ങ കരിഞ്ഞു പോകും. തേങ്ങ കരിയാതെ ഇച്ചിരി നേരം നിന്നൊക്കെ തേങ്ങ വറക്കണം. തേങ്ങ ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ഇടണമെങ്കിൽ, കറിക്ക് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള ഇട്ടാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വാട്ടണം. ആദ്യം നമ്മൾ ഇച്ചിരി തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് ചൂടാകുന്നവരെ തീ കൂട്ടിയിടണം. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, വെണ്ടയ്ക്കയുടെ ഒരു വലിച്ചിലും ഇങ്ങനെ ഈ നൂല് പോലത്തെ ഈ വെള്ളവും ഇതൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണേ. നമ്മുടെ ഈ വെണ്ടയ്ക്കയിലെ ആ വെള്ളമയമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇനി എണ്ണയ്ക്കകത്ത് വേണം ഇനിയും നമ്മൾ വാട്ടാൻ. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം വാട്ടാൻ. നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ആ പച്ചപ്പൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തന്നെ നിന്നിങ്ങനെ ഇളക്കിയൊന്നും കൊടുക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയേ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. കൂടത്തിൽ തന്നെ നമ്മളതിന് പാകത്തിന് ഉപ്പും കൂടെ ഇടണേ. ഇനി നമുക്ക് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കാം. ഈ തക്കാളിയുടെ വെള്ളം കൊണ്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്തോട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഒന്ന് അടച്ചു വെക്കാവേ. ഇച്ചിരി നേരം തീ സിമ്മിലിട്ടുകൊണ്ട് തന്നെ നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇതിലെ വെള്ളം വറ്റിയോ എന്നൊന്ന് നോക്കണേ. ഞാനങ്ങനെ നോക്കിയപ്പോൾ 2 പ്രാവശ്യം വറ്റിയിട്ടില്ല. ഇപ്പോൾ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ അരപ്പ് ഈ ഒരു പരുവത്തിൽ അരച്ചിട്ടുണ്ട്. അതായിരുന്നു ഇട്ട് കൊടുക്കാവേ. ഇനി ഈ അരപ്പെല്ലാം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ചൂടുവെള്ളത്തിലിട്ട പുളിയാണ്. പച്ചവെള്ളത്തിൽ പുളി ഇട്ട് വെക്കല് നമ്മുടെ കറിയൊക്കെ കേടാവും. എന്ത് കറി വെക്കുമ്പോഴും നമ്മൾ ഇച്ചിരി ചൂടുവെള്ളത്തിൽ പുളി ഇട്ടാൽ ഇനിയിപ്പോൾ ഒരു ദിവസം ആ കൂട്ടാനൊക്കെ ഇരുന്നാലും കേടാവില്ല.
അപ്പം ഞാൻ ആദ്യം കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, മുഴുവൻ ഒഴിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ അതിൽ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മളൊന്ന് പുളി നോക്കണം. പുളി ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ആവശ്യാനുസരണം പിന്നെ വീണ്ടും പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാനുള്ളതാണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന് ഒരു ദിവസം കൂടെ ഒക്കെ ഇരിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ ആവശ്യത്തിന് ആ പുളി വീണ്ടും ഒഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഈ തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് പാകത്തിന് പുളിയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ആ തേങ്ങ വറുത്ത കൂട്ടത്തിൽ ഞാനിച്ചിരി കറിവേപ്പില ഇട്ടിരുന്നേ, അപ്പോൾ അത് പറയാൻ മറന്നുപോയതാണ്. അങ്ങനെ ഒന്ന് തേങ്ങയൊക്കെ വറക്കുമ്പോഴേ നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് വറക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു രുചിയൊക്കെ ഉണ്ടാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നിങ്ങൾക്കിത് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു തീയൽ പോലെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ വെണ്ടയ്ക്കയിൽ നമ്മൾ ചേർത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഒരു തീയൽ പരുവായിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് പിന്നീട് തീ ഓഫാക്കാവേ. നമ്മുടെ വെണ്ടയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ഒരു രുചിയുള്ള തീയലാണ് വെണ്ടയ്ക്ക തീയൽ. അല്ലെ വെണ്ടയ്ക്ക വറുത്തരച്ച കറിയെന്നും പറയാം. കറിയെന്ന് പറയുമ്പം അതിൽ കുറച്ച് ചാറും കൂടെ ഒക്കെ ഉണ്ടാകും. ഇതിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചുകൊണ്ട് നമ്മൾ തീയലെന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.